കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ നല്ല നിമിഷത്തിൽ വളരെ വിലപ്പെട്ട ഒരു തിരുവചന വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 23-ാം അധ്യായം 29-ാമത്തെ വാക്യം. എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമാകുന്നു. കരയുന്ന പ്രവാചകനെന്ന പേരിൽ അറിയപ്പെടുന്ന യിരെമ്യാ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ച ഒരു തിരുവചന വേദഭാഗമാണ് ഇവിടെ ധ്യാനത്തിനായി വായിച്ചത്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് മനുഷ്യനോട് ദൈവത്തിന് ഇടപെടാനുള്ള സന്ദേശമാണ്. ദൈവത്തിൻ്റെ ജനത്തോട് ദൈവത്തിന് നൽകാനുള്ള അരുളപ്പാടുകളാണ്. തൻ്റെ ജനത്തിന് ദൈവം നൽകുന്ന പ്രമാണങ്ങളാണ്. ആ ദൈവവചനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് യിരെമ്യാവിലൂടെ പറയുകയാണ്, എൻ്റെ വചനം തീ പോലെയാണ്. വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളത്, അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ അത് തുളച്ചില്ലെന്നാണ്. ഹൃദയത്തിൻ്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ് വചനം. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനേകം മുഖങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ സവിശേഷതയാണ് പരിശുദ്ധാത്മാവോട് ഓർപ്പിക്കുന്നത്, എൻ്റെ വചനം തീ പോലെയെന്ന്. ഇസ്രായേൽ ഗൃഹം യഹൂദ ഗൃഹവും ചേർന്ന് ദൈവത്തോട് മഹാദ്രോഹം ചെയ്തപ്പോൾ അവർ യഹോവയെ നിഷേധിച്ച് കളഞ്ഞ ഒരു സമയത്ത് അവർ പറയുന്നുണ്ട്, നമുക്കൊരു ദോഷം വരികയില്ല, നാം വാളോ ക്ഷാമമോ കാണത്തില്ല. ദൈവത്തിൻ്റെ പ്രവാചകന്മാരുടെ ആലോചനകളെയൊക്കെ അവർ മറുത്തു കളഞ്ഞ ഒരു നിമിഷം യിരെമ്യാ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് അതിൻ്റെ 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുകയാണ്, ഞാൻ നിൻ്റെ വായിൽ എൻ്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകുമാക്കും, അവർ അതിന് ഇരയായി തീരുമെന്ന്. കണ്ടോ, ദൈവത്തിൻ്റെ വചനം അത് ഒരു ഭാഗത്ത് അരുളപ്പാടുകൾ തൻ്റെ ജനത്തെ ബ്ലസ് ചെയ്യുന്ന വാക്കുകളും ആയി മാറുമ്പോൾ മറുഭാഗത്ത് ന്യായവിധിയുടെ വാക്കുകളായി മാറുകയാണ്. ദൈവത്തെ അറിഞ്ഞ ദൈവജനം ദൈവ വഴി വിട്ട് പിന്മാറിപ്പോയപ്പോൾ ദൈവഭയമില്ലാതെ മുമ്പോട്ട് പോകുന്ന ആ സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ വചനം അത് തീയായി മാറുകയാണ്. കേൾക്കുന്ന ജനം അത് വിറകുകളായി മാറുകയും അവർ അതിനിരയായി തീരുകയും ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. ആ പ്രവചന പുസ്തകത്തിൽ തന്നെ മറ്റൊരു വാക്യത്തിൽ പറയുന്നുണ്ട്, യിരെമ്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ വളരെ ശക്തമായ നിലകളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു. ധാരാളം പ്രവാചകന്മാർ ഇസ്രായേലിൽ എഴുന്നേറ്റിട്ടുണ്ടെങ്കിലും നിരവധി പീഡനങ്ങൾക്കിരയായ ഒരു പ്രവാചകനായിരുന്നു യിരെമ്യാ പ്രവാചകൻ. തന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ തന്നെ വളരെയധികം നിന്ദകളും അപമാനങ്ങളും പീഡനങ്ങളും അടിയും കാരാഗ്രഹവും എന്ന് വേണ്ട അനവധി പ്രതിസന്ധികൾ തന്നെ കാത്തിരുന്നു. ആ സന്ദർഭങ്ങളിലൊക്കെ മാനുഷികമായി അദ്ദേഹം ചിന്തിച്ചു, ഞാനിനി അവനെ ഓർക്കുകയില്ല, അവൻ്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ അത് എൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീയും കത്തുന്ന പോലെ ആയിരിക്കുന്നു എന്ന്. കണ്ടോ, ഈ പീഡനങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മാനുഷികമായി താൻ ചിന്തിച്ചു, ഇനി ഞാൻ ഈ നാമത്തിൽ ഒന്നും സംസാരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പിന്തിരിയാൻ ശ്രമിച്ചാലും ദൈവത്തിൻ്റെ വചനം അകത്ത് പ്രവേശിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചനകൾ തൻ്റെ ഹൃദയത്തിൽ ഒരു തീയായി മാറുന്നു എന്ന് പ്രവാചകനായ യിരെമ്യാവ് പറയുകയാണ്. കണ്ടോ,
ദൈവത്തിൻ്റെ ആത്മാവ് തീയായി, ആ വചനം തീയായി മാറുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരുപക്ഷെ കർത്താവിൻ്റെ വേല നിമിത്തം, കർത്താവിനെ അറിഞ്ഞത് നിമിത്തം അനവധി വേദനകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. അനവധി നിന്ദകളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും നിങ്ങൾക്ക് നേരെ ഉയർന്നു വന്നിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഇനി എൻ്റെ ശുശ്രൂഷ ഇവിടെ മതി, ഇനി മുമ്പോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ വായടക്കി വയ്ക്കാൻ നോക്കിയാലും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ നോക്കി പറയുന്നു, അകത്ത് വ്യാപരിക്കുന്ന വചനം അത് തീയായതുകൊണ്ട് ആ വചനം നമ്മെ അടുത്ത ശുശ്രൂഷയുടെ ലെവലിലേക്ക് നമ്മെ ഉയർത്തുവാൻ പര്യാപ്തമായ വചനമാണ്. അതുകൊണ്ട് ആ വചനം ആ യിരെമ്യാവിൻ്റെ ഹൃദയത്തിൽ തീ കത്തുന്ന പോലെ ഒരനുഭവമുണ്ടായി. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രിയിൽ, ഈ പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ കൈപ്പേറിയ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയാലും മറന്നു പോകരുത്, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. ഒരുപക്ഷെ കാരാഗ്രഹമോ വേദനകളോ കുത്തുവാക്കുകളോ ജീവിതത്തിൽ ആഞ്ഞടിച്ചെന്ന് വരാം. പക്ഷേ ദൈവവചനത്തിന് തീ വഹിക്കുന്ന ഞാനും നിങ്ങളും പരാജയപ്പെടേണ്ടവരല്ല. ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിക്കനുസരിച്ച് ശക്തിയോടെ ചടുലതയോടെ നീങ്ങുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഒരിക്കൽ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബിലേക്ക് യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് 40 വർഷക്കാലം യാത്ര ചെയ്ത മനുഷ്യൻ ആയ മോശെ പ്രവേശിച്ചു. ഹോറേബിലേക്ക് നടന്നു കയറുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച ഒരു വലിയ മുൾപ്പടർപ്പ്, അഗ്നിജ്വാലകൾ കത്തിക്കാളി ഉയർന്നിൽക്കുന്ന ഒരനുഭവത്തിലൂടെ അദ്ദേഹം കാണുവാനിടയായി. അന്നുവരെയും താൻ മുൾപ്പടർപ്പുകൾ കത്തുന്ന കണ്ടിട്ടുണ്ട്. കത്തി ജ്വലിക്കുന്ന അഗ്നിക്കകത്ത് ആ മുള്ളുകൾ പൊട്ടിത്തെറിച്ച് അതിൻ്റെ തീക്കുണ്ടത്തിൽ ചാരമായി അവശേഷിക്കുന്ന കാഴ്ചകൾ തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ കാണാത്തൊരു കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. അഗ്നിജ്വാല വിഴുങ്ങി നിന്നിട്ടും ഒരു മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. അങ്ങനെയുള്ളൊരു കാഴ്ച മോശെ കണ്ടു. എന്താണെന്ന് കാണാൻ ഓടിച്ചെല്ലുമ്പോൾ ആ അഗ്നിജ്വാല, ആ തീയിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്നുണ്ട്. മോശെ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ നിൻ്റെ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ചു മാറ്റിക്കളക. കുനിഞ്ഞ് തൻ്റെ ചെരുപ്പിൻ്റെ വാറഴിച്ച് ആ തീയുടെ അടുക്കിലേക്ക് ചെന്നപ്പോൾ 40 വർഷങ്ങൾക്ക് മുമ്പ് മിസ്രൈമിൽ നിന്നും ഭയപ്പെട്ടോടിപ്പോയ മോശയെ എവിടെ താൻ ഭയപ്പെട്ടോ ആ സ്ഥലത്തേക്ക് പൂർവാധികം ശക്തിയോടെ കരുത്തോടെ മടക്കി അയക്കുന്ന ഒരു നിയോഗത്തിൻ്റെ അഗ്നിയുടെ ശബ്ദമായിരുന്നു എന്ന് ഭക്തനായ മോശ തിരിച്ചറിഞ്ഞത് പിന്നീടായിരുന്നു. അഗ്നിയിൽ നിന്നും സംസാരിച്ച ദൈവം പറയുന്നു, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു, അവരെ വിടുവിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, അവരെ വിടുവിക്കുവാൻ ഞാൻ നിന്നെയാണ് അയക്കാൻ വേണ്ടി പോകുന്നത്. ഒരു കാലത്ത് ഭയപ്പെട്ടോടിപ്പോന്ന മോശയെ തൻ്റെ ഭയം എടുത്തു മാറ്റി കരുത്തനാക്കി മാറ്റിയ ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ തീ തൻ്റെ അകത്ത് പ്രവേശിച്ചു. പ്രിയരെ, ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളെ നോക്കി ലോകം പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ ഒന്നിനും കൊള്ളത്തില്ലെന്ന്, നിങ്ങളിനി ഈ മണ്ണിൽ പ്രവേശിക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അതെ, അഗ്നിയിൽ നിന്നും ആ ദൈവദൂതൻ്റെ ശബ്ദം കേട്ട ഒരു മോശയെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്ന എന്നെയും നിങ്ങളെ പിന്തിരിക്കാൻ ഒരു ശക്തിക്കോ നിയമങ്ങൾക്കോ സംവിധാനങ്ങൾക്കോ കഴിയത്തില്ല. കാരണം അകത്ത് വ്യാപരിക്കുന്നത് വചനത്തിന് തീയ. ഒരിക്കലും എമൗസിലേക്ക് കടന്നു പോകുന്ന ശിഷ്യന്മാർ, അവർ 2 പേര് നടന്നു പോകുമ്പോൾ യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമായിട്ട് അവർ നടന്നു പോകുന്ന ആ യാത്രയുടെ മധ്യത്തിൽ
ഒരപരിചിതനെ പോലെ യേശു കർത്താവ് അവരുടെ കൂടെ നടക്കുകയാണ്. ആ ശിഷ്യന്മാർ യേശുവിൻ്റെ മരണത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ച് തർക്കിച്ചും വാദിച്ചും കൊണ്ട് അവർ നടന്നു പോകുമ്പോൾ ഒരപരിചിതനെ പോലെ അവരോട് ചോദിച്ചു, നിങ്ങളെന്താണ് സംസാരിക്കുന്നത്? ആ ശിഷ്യന്മാർ യേശുവിനെ നോക്കി പറയുകയാണ്, പരദേശികളിൽ നീ മാത്രം ഒന്നും അറിഞ്ഞില്ലേ ഇവിടെ നടന്ന സംഭവ വികാസങ്ങൾ? നസറേനായ യേശുവിനെ ക്രൂശിച്ചതിനെക്കുറിച്ചൊക്കെ അവർ പറയുമ്പോൾ യേശു കർത്താവരെ നോക്കിയിട്ട് പറയുകയാണ്, മോശയും പ്രവാചകന്മാരും പറഞ്ഞ ആ പ്രവചനത്തിന് നിവൃത്തിയെ വിശ്വസിക്കാത്ത മന്ദബുദ്ധികളാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ തിരുവെഴുത്തുകളെ അവർക്ക് തെളിയിച്ചു കൊടുക്കുകയായിരുന്നു. പിന്നീട് അവർ പറയുന്നുണ്ട്, ലൂക്കോസിന് സുവിശേഷം 24-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ചു. തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതയാത്രയിൽ നമ്മൾ അറിയുന്നില്ല, നമ്മോടുകൂടെ ഒരു നല്ല നാഥനുണ്ട്. ഒരുപക്ഷെ നാം തിരിച്ചറിഞ്ഞു കാണത്തില്ല. പക്ഷെ പലപ്പോഴും നാം തർക്കിച്ചും വാദിച്ചും വേദനിച്ചും പിറുപിറുത്തും മുമ്പോട്ട് പോകുമ്പോഴും നമ്മുടെ ഹൃദയത്തോട് സംസാരിച്ച ഒരു ശബ്ദമായി, നമ്മുടെ ഹൃദയത്തിൽ കത്തലുളവാക്കിയൊരു ദൈവദൂതായി, ദൈവവചനത്തിൻ്റെ ശബ്ദമായി ആ കർത്താവിൻ്റെ ശബ്ദം ഇന്നും നിലകൊള്ളുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, പിന്തിരിയുന്നവരല്ല, ആത്മാവിൽ കത്തി ജ്വലിക്കുന്നവരായി. യിരെമ്യാ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ, എൻ്റെ വചനം തീ പോലെ ശക്തമായി മുന്നേറുവാൻ സർവശക്തനായ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുകയാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you all.